ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ഹിഡിംബിക്കുണ്ടായ ഭീമസേനപുത്രൻ. ഇതാണ് കഥ. മഹാഭാരതത്തിൽ ഒരു അരക്കില്ലത്തിൻ്റെ കഥയുണ്ട്. കൗരവന്മാർ മനോഹരമായ ഒരു അരക്കില്ലം പണികഴിപ്പിച്ച് പാണ്ഡവന്മാരെ അതിനുള്ളിൽ താമസിപ്പിച്ചു. അരക്ക് എളുപ്പം കത്തിയാളുന്ന വസ്തുവാണ്. പാണ്ഡവന്മാരെയെല്ലാം ആ ഇല്ലത്തിലിട്ട് കത്തിച്ച് കൊല്ലാനായിരുന്നു കൗരവന്മാരുടെ പദ്ധതി. പക്ഷേ പാണ്ഡവന്മാർ ആ ചതി മനസ്സിലാക്കി അരക്കില്ലത്തിന് തീ കൊളുത്തി കാട്ടിലിറങ്ങി രക്ഷപ്പെട്ടു. അങ്ങനെ നടക്കുമ്പോൾ കാടിൻ്റെ അധിപനായ ഹിഡിംബൻ എന്ന രാക്ഷസൻ തൻ്റെ സഹോദരിയായ ഹിഡിംബിയെ പാണ്ഡവരെ പിടിച്ചു കൊണ്ടുവരാനായി അയച്ചു. ആന പോലെ തടിച്ചിയായ ഹിഡിംബിക്ക് കുട്ടിയാന പോലെ നടക്കുന്ന ഭീമസേനനെ കണ്ടപ്പോൾ സ്നേഹമായി. ഭീമനെ കല്യാണം കഴിക്കണമെന്നായി അവളുടെ ആശ. പക്ഷേ ഭീമസേനന് ആ രാക്ഷസിയെ ഒട്ടും ഇഷ്ടമായില്ല. ഭീമൻ അവളെ കൊല്ലാനൊരുങ്ങി. പെണ്ണുങ്ങളെ കൊല്ലുന്നത് മര്യാദയല്ല. യുധിഷ്ഠിരൻ ഭീമനെ തടഞ്ഞു. സഹോദരൻ്റെ ഉപദേശം കേട്ട് ഭീമസേനൻ ശാന്തനായി. പക്ഷേ ഹിഡിംബി ഭീമനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവൾ പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തിയെ ചെന്ന് കണ്ട് ഭീമസേനനെ തനിക്ക് ഭർത്താവാക്കി തരണമെന്ന് അപേക്ഷിച്ചു. ആ അപേക്ഷ കേട്ട കുന്തി പറഞ്ഞു, പകലെല്ലാം നീ ഭീമനെ ഭർത്താവാക്കി കൊണ്ട് നടന്നുകൊള്ളൂ, പക്ഷേ രാത്രി ഇവിടെ എത്തിക്കണം. ഹിഡിംബി സമ്മതിച്ചു. അങ്ങനെ ഭീമസേനനും ഹിഡിംബിയും കാട്ടിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. അതിൽ അവർക്ക് ഉഗ്രരൂപനായ ഒരു പുത്രനുണ്ടായി. ഘടോൽക്കചൻ എന്നാണ് അവൻ്റെ പേര്. ഭീമസേനേക്കാളും ശക്തനായിരുന്നു ഘടോൽക്കചൻ. അച്ഛനേക്കാൾ കരുത്തനായ മകൻ. പാണ്ഡവന്മാർ 5 പേരാണ്. 5 ആൾക്ക് ഒരു ഭാര്യയായി പാഞ്ചാലിയും. അവരും കുന്തിയും കാട്ടിലൂടെ നടന്ന് തളരുമ്പോൾ അവരെയെല്ലാം എടുത്തു നടക്കാറുണ്ട് ഭീമസേനൻ. ഒരു ദിവസം ഭീമസേനനും തളർന്നുപോയി. ഘടോൽക്കച, ഭീമസേനൻ നെടുവീർപ്പിട്ടുകൊണ്ട് മകനെ സ്മരിച്ചു. ഉടനെ ഘടോൽക്കചൻ വന്നെത്തി. അവൻ അച്ഛനെയും കുടുംബത്തെയും തോളിലേറ്റി എത്തേണ്ടിടത്ത് എത്തിച്ചു. മഹാഭാരത യുദ്ധത്തിൽ ഘടോൽക്കചൻ കൗരവപക്ഷത്തെ പല മഹാരഥന്മാരെയും വധിച്ചു കളഞ്ഞു. അപ്പോൾ വില്ലാളി വീരനായ കർണൻ ഘടോൽക്കചനെ നേരിട്ടു. കർണന് ഘടോൽക്കചനെ തോൽപ്പിക്കാൻ അസാധ്യമായി തോന്നി. അപ്പോൾ അർജുനനെ വധിക്കാൻ കരുതി വച്ചിരുന്ന വൈജയന്തി ശക്തി എടുത്ത് കർണൻ ഘടോൽക്കചന് നേരെ പ്രയോഗിച്ചു. അതോടെ ശക്തിമാനായ ഘടോൽക്കചൻ വീരചരമം പ്രാപിച്ചു. ഇതാണ് കഥ.